കേരളത്തെ നടുക്കിയ വർക്കല ട്രെയിൻ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം പാലോട് സ്വദേശിനി ശ്രീകുട്ടി ജീവിതത്തിലേക്ക് മടങ്ങുന്നു. മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ചികിത്സയ്ക്ക് വെല്ലുവിളിയാകുന്നത്. സർക്കാരിൽ നിന്ന് യാതൊരുവിധ സഹായം ലഭിച്ചില്ലെന്ന് ശ്രീകുട്ടിയും കുടുംബവും പറയുന്നു. റെയിൽവേ പോലീസിൽ നിന്ന് മാത്രമാണ് സഹായം ലഭിച്ചത്. സുമനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കേരളത്തെ നടുക്കിയ വർക്കല ട്രെയിൻ ആക്രമണത്തിലെ ഇരയായിരുന്ന ശ്രീകുട്ടി, തിരുവനന്തപുരം പാലോട് സ്വദേശിനിയായിട്ടുള്ള ശ്രീകുട്ടി പല ഇടങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ മലപ്പുറത്ത് ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം നമ്മളൊപ്പം തന്നെ ശ്രീകുട്ടിയും അമ്മയും ഉണ്ട്, നമ്മളൊപ്പം ശരിയാണ്. ഇപ്പം ബെറ്ററായി വരുന്നുണ്ടോ? കൈയൊക്കെ നോന്ന്, വിരളൊക്കെ നോന്ന്, കൈ പൊക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. കമ്മിയില് പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. ആദ്യത്തിലൊക്കെ മാറ്റം തന്നെയല്ലേ? മെഡിക്കൽ കോളേജിനെക്കാളും ബെറ്റർ ആയിരുന്ന അമൃത, അവിടത്തെക്കാളും ബെറ്ററാണ് ഇവിടെ. അങ്ങനെ എങ്ങനെ മാറി വരൂല്ലേ? ചികിത്സ സഹായമൊക്കെ കിട്ടിയിരുന്നോ? ഇല്ല ഇല്ല. സഹായം സർക്കാരിൽ നിന്നൊന്നും കിട്ടിയില്ല. നേരത്തെ അവരൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിരുന്നു, ആരും വന്നില്ലേ? എന്നെ കാണാൻ ആരും വന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറന്നതിന് ശേഷം ആരും വന്നിട്ടുമില്ല, എന്നെ ആരും വിളിച്ചിട്ടുമില്ല. ഇപ്പം ഈ ചികിത്സക്കൊക്കെ എങ്ങനെയാ പണം കണ്ടെത്തുന്നേ? അമ്മയും എന്റെ ഹസ്ബൻഡും ആരെ എവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ചടയ്ക്കും. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും ബന്ധപ്പെടുകയൊന്നും ചെയ്തില്ല അല്ലേ? എനിക്ക് ഓർമ്മ വെച്ച് ആരും ബന്ധപ്പെട്ടില്ല. ഇപ്പം ഇവിടെ ഒത്തിരി ആയോ വന്നിട്ട് ഇവിടെ ചികിത്സക്ക്? ഒരു മാസമായല്ലേ? ഒറ്റയ്ക്കൊക്കെ എണീറ്റ് നടക്കുവോ? ഇല്ല ഇല്ല അല്ലേ? എന്നെ രണ്ടുപേര് പിടിച്ച് നടക്കും. ഇപ്പം ആദ്യത്തിലും ബെറ്റർ ആണോ അല്ലേ? ഇനിയും ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറും എന്നുള്ളതാണല്ലേ നമ്മുടെ ഒരു വിശ്വാസം? അതാണ് വിശ്വാസം. സാമ്പത്തികമാണോ ബുദ്ധിമുട്ടാണോ? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? ഉണ്ട്, ചെറുതായിട്ട്. അമ്മ എല്ലാരോടും പറഞ്ഞു നടക്കൂല, പക്ഷെ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് രണ്ടുപേരും കടം മേടിച്ചിട്ടൊക്കെയാണ് ഇവിടെ അടയ്ക്കുന്നത്. ആളുകളൊക്കെ സഹായിച്ചോളൂ കേട്ടോ. നമ്മളിപ്പം ഇതൊക്കെ വാർത്തയ്ക്ക് വരുമ്പോഴേ ഉണ്ടല്ലോ, ആളുകളെ പ്രാർത്ഥനയാണ് 5 മാസം കൊണ്ട് ഞാൻ ഇങ്ങനെ എണീറ്റിരിക്കെങ്കിലും ചെയ്യുന്നത്. അപ്പൊ കാണുന്നവരൊക്കെ എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും പ്രാർത്ഥിക്കും. അതുപോലെ ഒരുപാട് പേരുടെ സഹായം ഉണ്ടാവും കേട്ടോ. അവരുടെ പ്രാർത്ഥന എന്നെ ഇവിടം വരെ എത്തിച്ചത്. സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു പക്ഷേ അതിൻ്റെതായ എന്തെങ്കിലും പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷേ സുമനസ്സുകളായ ഒരുപാട് പേരുണ്ടല്ലോ, നല്ലവരായ ആളുകളുണ്ടല്ലോ നമ്മുടെ കേരളത്തില്. അപ്പൊ അവരൊക്കെ ഇത് കാണുമ്പോൾ അവരൊക്കെ ഒരുപാട് പേര് സഹായിക്കാൻ വരും കേട്ടോ. ഇപ്പം ആദ്യത്തിലും ബെറ്റർ അല്ലേ? അതെ. ഇവിടെ നമുക്ക് അമൃതയിൽ വന്നപ്പോഴും പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ്. അതിപ്പോ നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറെ ബെറ്റർ ആയിട്ടുണ്ട്. കൈയൊക്കെ നല്ല നിവർന്ന് ഓക്കെയാണ്. നമ്മൾ ഒരാളെ പിടിച്ചാലും നിൽക്കും. ഇപ്പം സാമ്പത്തികം ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. സർക്കാർ ഭാഗത്തുനിന്ന് സഹായങ്ങളൊന്നും ഇതുവരെ അങ്ങനെ? സർക്കാർ ഭാഗത്തുനിന്ന് ചോദിച്ചാല് മെഡിക്കൽ കോളേജിലെ ചികിത്സ മൊത്തം ഗവൺമെന്റ് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമൃതയെ കൊണ്ടുപോയപ്പോന്നും ശരിക്കും അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ അമൃതയെ പോയ കാര്യം. അവിടെ ഡിസ്ചാർജ് ആയ സമയത്ത് അന്നൊരു ദിവസമാണ് ഞാൻ പിന്നെ മീഡിയക്കാരെ പോലും കണ്ടത്. പിന്നെ അവിടുത്തെ ചികിത്സ മൊത്തം നോക്കിയത് അമൃതക്കാര് തന്നെയാണ്. ആശ്രമത്തിൽ നിന്നുള്ള പൈസയാണ്. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം ഞാനാണ് ആ ബില്ലെല്ലാം കൊണ്ടുപോയതും സൈൻ ചെയ്ത് അമൃതപുരി പോയി സൈൻ ചെയ്ത് മേടിച്ച് തിരിച്ചിവിടെ കൊണ്ടു കൊടുത്തൊക്കെ ഞാനായതുകൊണ്ട് അത് ഗവൺമെന്റ് അല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഇപ്പം നമ്മള് അത് ആളുകളിൽ നിന്നൊക്കെ പണം കണ്ടെത്തിയിട്ടാണ് ഇപ്പം മനോരമ ആണ്. അവര് പത്രത്തിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ട് ഇപ്പം കുറച്ച് പൈസ എനിക്ക് ഇവിടെ അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു ആളുകളുടെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ്. അതെ, തീർച്ചയായിട്ടും.
തീർച്ചയായിട്ടും നിലവിൽ ശ്രീകുട്ടി ആദ്യത്തിലും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ചികിത്സ നൽകും തോറും കൂടുതൽ ബെറ്ററായി വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സാമ്പത്തികം ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ കുടുംബത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സുമനസ്സുകളുടെ ഒക്കെ ഒരു സഹായം ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സഹായം തീർച്ചയായും നമ്മൾ വീണുപോയവരൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ ഓരോ മനുഷ്യരും, കേരളത്തിലെ സമൂഹം. അതുകൊണ്ട് തന്നെ ആ ഒരു സഹായം അവർക്കുണ്ടാകുമെന്ന് അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടാത്തത് ഒരുപക്ഷെ സുമനസ്സുകളിൽ നിന്ന് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മലപ്പുറത്തുനിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.